ടു ഗാലി സ്റ്റോക്ക്. ഇന്ന് ഒരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. പെട്ടെന്നെടുത്ത പ്ലാനാണ്. ഷടപടന് ഞാൻ റെഡിയായി. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ പ്രകൃതി രമണീയമായ ഗ്രാമപ്രദേശം. കാഞ്ഞേറ്റുകര എന്നാണ് ഈ പ്രദേശത്തിൻ്റെ പേര്. അധികം ആരും കേട്ടിട്ടുണ്ടാകില്ല. തോടും പാടവും ഒക്കെ ഉള്ളൊരു കൊച്ചു ഗ്രാമം. അയിരൂർ കഥകളി ഗ്രാമം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഇത് പമ്പ നദിയാണ് കേട്ടോ. മഴക്കാലം ആയതുകൊണ്ടാണ് കുറച്ച് പ്രൗഢിയിലൊക്കെയാണ് ആശാൻ. ഞങ്ങൾ അങ്ങനെ അടൂരിലുള്ള സ്റ്റുഡിയോയിലാണ് വന്നത്. കാശിക്കുട്ടൻ നല്ല ഉറക്കമായിരുന്നു ഇവിടെ വരെ. പിന്നെ അവൻ്റെ കളക്ഷൻസ് ഒക്കെ കണ്ടപ്പോഴേക്ക് ആൾ നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു. അവന് വേണ്ടത് അവൻ തന്നെ തപ്പി പിടിച്ചെടുത്തു. ശരിക്കും കാശിക്കുട്ടന് ഡ്രസ്സ് എടുക്കാനാണ് കേട്ടോ വന്നത്. പിന്നെ കൂട്ടത്തിലൊരു കുമ്മനടിക്കാമെന്ന് വിചാരിച്ചു. ആളിപ്പോൾ എന്തൊക്കെ എടുക്കണമെന്ന് ഒരു കൺഫ്യൂഷനിലൊക്കെ ഇരിക്കുക കേട്ടോ. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ വന്നിരിക്കുന്ന സമയമാണിത്. ലേഡീസിനും ജെൻസിനും കുട്ടികൾക്കും ഒരേപോലെ നല്ല കളക്ഷൻസ് ഉണ്ട്. ഇവിടുത്തെ മിറർ നോക്കി ഒരു വീഡിയോ അത് മസ്റ്റാണ് കേട്ടോ. പിന്നെ ഗേൾസിനുള്ള ഗൗൺസാണ് ഇതൊക്കെ. നല്ല കളർഫുൾ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വെറുതെ നിന്നപ്പോൾ നല്ല ലിപ്സ്റ്റിക് ഉണ്ടോ എന്ന് തപ്പി ഞാനൊന്ന് പോയി. വെറൈറ്റി ഷെയ്ഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിലൊരെണ്ണം ഞാനിങ്ങ് എടുത്തു കേട്ടോ. ഇതാണ് ഞാൻ എടുത്ത ഷെയ്ഡ്. പിന്നെ ഫുഡ് വെയർ ഒക്കെ കുറച്ച് അധികം കളക്ഷൻസാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതും ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള ഫുഡ് വെയർസ്. ഫ്ലിപ്പ് ഫ്ലോപ്സ് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കണ്ടില്ലേ, നല്ല സിമ്പിളായിട്ടുണ്ട്. പിന്നെ ഇരിക്കിടക്കുന്ന സ്ലിംഗ് ബാഗ് ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി. നല്ല ഗ്രീൻ കളറിലെ ക്യൂട്ട് ബാഗ് കണ്ടില്ലേ. പക്ഷെ ഞാനത് എടുത്തില്ല കേട്ടോ. പിന്നെ കുറേ സ്ലിപ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ വേണ്ടതൊക്കെ വാങ്ങിയിട്ട് ബില്ലും കൊടുത്തിറങ്ങി. അപ്പോഴേക്ക് ഇവിടെ ഒരു മഴ പെയ്ത് തോന്നിയിട്ടുണ്ടായിരുന്നു. ശേഷം ഒരു ഫുഡ് സ്പോട്ട് തപ്പി നല്ല ആംബിയൻസ് ഉള്ളൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. പിന്നെ ഉണ്ണിയേട്ടൻ്റെ കൂടെ പോയാൽ നല്ല ലാവിഷായിട്ട് ഫുഡ് അടിക്കാം. അങ്ങനെ ഇതാണ് ഞങ്ങൾ കണ്ടുപിടിച്ച റെസ്റ്റോറൻറ്റ്. ഇവിടെ ചെറിയ മഴയൊക്കെ ഉണ്ട്. കാശിക്കുട്ടൻ ആകെ വിശന്ന് തളർന്നുള്ള ഇരിപ്പാണ് കേട്ടോ. അങ്ങനെ ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ വന്നു. ഫുഡ് അടിച്ചു, ഒരു ജ്യൂസും കുടിച്ച് സംഭവം ശുഭം. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ വിശേഷങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.